ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2-ലെ മൂന്നാമത്തെയും നാലാമത്തെ എപ്പിസോഡ്സ് ആണ്. നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകൾ ലൈക്ക് കാർഡിലും അതിന്റെ ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ജിൻഹുവിന്റെ ഷാഡോ ആർമി ഒരു ഡഞ്ചന്റെ അകത്തെ മുഴുവൻ ബീസ്റ്റിനെയും കൊല്ലുന്നത് കണ്ട് ജിൻഹു അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. അവൻ ആദ്യമായിട്ടാണ് ഈ ഷാഡോ ആർമിയെ കാണുന്നത്. അതുകൂടാതെ ഷാഡോസ് ബീസ്റ്റിനെ കൊല്ലുന്നത് മാത്രമല്ല, അവിടെയുള്ള എസൻസ് സ്റ്റോൺ, മാന ക്രിസ്റ്റൽസ് അതൊക്കെ ആ ഷാഡോസ് എടുത്തോളും. ചുരുക്കി പറഞ്ഞാൽ അവർക്കൊരു ജോലിയില്ല, എല്ലാ പണിയും ഷാഡോസ് എടുത്തോളും. അവിടെ കട്ട് ചെയ്താൽ തകർന്നു പോയ ഏതോ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. അവിടെ ഏതോ ഒരു മനുഷ്യൻ മറ്റൊരാളെ കണ്ട് അലറി വിളിക്കുന്നു. ഇയാൾ ആരാണെന്ന് പറയുന്നില്ല, പക്ഷെ പേടിച്ച് നിലത്തിരിക്കുന്ന മനുഷ്യനോട് അയാൾ പറയും, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് 19 ഡഞ്ചൻ റെയ്ഡ് ചെയ്തതിന്റെ സന്തോഷത്തില് ജിൻഹോ ജിൻവുവിന് ഒരു പാർട്ടി കൊടുക്കുന്നു. എന്നിട്ട് അവൻ ജിൻവുവിനോട് ഇനി താൻ അടുത്തതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അതിന് ജിൻവു, എനിക്കൊരു സ്ഥലം വരെ പോകണം, അതുകൊണ്ട് ഇനി നീ എന്നെ വിളിക്കാൻ പാടില്ല. അത് കേട്ട് ബിയർ അടിച്ച് ഫിറ്റ് ആയിരിക്കുന്ന ജിൻഹോ സങ്കടത്തോടെ, എന്നെക്കാൾ 10 വയസ്സ് കൂടുതലുള്ള ഒരു ചേട്ടൻ എനിക്കുണ്ട്, അവൻ എന്നെ തീരെ ഇഷ്ടമില്ല, ഇതുവരെ ഞങ്ങളൊരു ബ്രദേഴ്സ് എന്ന നിലയിൽ സംസാരിച്ചിട്ട് പോലുമില്ല. അവനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു ചേട്ടനെ എനിക്ക് വേണമെന്നാണ് ആഗ്രഹം. അത് കേൾക്കുന്ന ജിൻവു അവനൊരു ബിയർ ഒഴിച്ചു കൊടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നീ എന്റെ ചെറിയ അനിയനാണ് എന്ന് പറയുന്നു. ഇപ്പൊ ഇത് കേൾക്കുന്ന ജിൻഹോയ്ക്ക് സന്തോഷമായി. ഇവിടെ സീൻ കട്ട് ചെയ്താൽ മറ്റൊരു ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ട ആളെ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ അയാളെ ഹണ്ടർ അസോസിയേഷൻ പിടിച്ചു വെച്ചു. അവർക്ക് ഇയാൾ ആരാണെന്ന് അറിയില്ല. ഇയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അയാളുടെ പേര് സങ് ഇൽഹ്വാൻ എന്നാണ്. ഇയാൾ ഒരു ഹണ്ടറാണ്. 10 വർഷമായിട്ട് ഒരു ഡഞ്ചന്റെ അകത്ത് കുടുങ്ങി കിടക്കുകയായിരുന്നു. അതിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇയാൾ അവസാനം അമേരിക്കയിലുള്ള ഡഞ്ചൻ ഗേറ്റിലൂടെ പുറത്തേക്ക് വന്നു എന്നൊക്കെയാണ്. ഇപ്പൊ ഇയാളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇയാളൊരു ബീസ്റ്റ് ആണെന്നാണ്. അതുപോലെ ഇയാളെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ എസ്ട്രാങ് ഹണ്ടർ ഡോങ്സു ഇവിടേക്ക് വരുന്നുണ്ട്. സോ ഇയാൾ ആരാണ്, എന്താണെന്നൊന്നും അവർക്കറിയില്ല. അവരുടെയൊക്കെ വിചാരം ഇയാൾ മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു ബീസ്റ്റ് ആണെന്നാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജിൻവു ജീനയോട് യാത്ര പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അവൻ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ എലക്സിയർ ഓഫ് ലൈഫിന്റെ ഇൻഗ്രീഡിയൻസ് ഉള്ള ആ ഡീമൺ ക്യാസലിലേക്ക്. അവന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് വേണം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് ജിൻവു ഇപ്രാവശ്യം വന്നത്. അന്ന് അവന്റെ ലെവൽ 20 ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അത് 3 മടങ്ങായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ജിൻവു ആ ക്യാസലിന്റെ ചാവി കൊണ്ട് ആ വാതിൽ തുറന്നു. എന്നിട്ട് ആ ക്യാസലിന്റെ അകത്തേക്ക് കയറുന്ന ജിൻവുവിന് ഒരു പുതിയ മിഷൻ കിട്ടുന്നുണ്ട്. അത് അവിടെയുള്ള ഡീമൺസിനെ കൊല്ലാനാണ്, അതും 10,000 ഡീമൺസിനെ കൊല്ലാൻ. അങ്ങനെ ജിൻവുവും 10,000 എണ്ണത്തിനെ കൊല്ലാൻ തയ്യാറാവുന്നു. അവിടെ കട്ട് ചെയ്താൽ ഗിൽഡ് മാസ്റ്റർ ആവാനുള്ള ടെസ്റ്റ് ഒക്കെ എഴുതി അതിന്റെ ലൈസൻസ് ഒക്കെ കിട്ടുന്ന ജിൻഹോ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്ന് ഒരു ഗിൽഡ് അവന് സ്വന്തമായിട്ട് വേണമെന്ന് പറയുന്നു. അത് കേൾക്കുന്ന അവന്റെ അച്ഛനാവട്ടെ ഈ കാര്യത്തിൽ അവന്റെ ചേട്ടൻ പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് ചോദിക്കുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അവന്റെ ചേട്ടനും ഒരു ഗിൽഡ് വേണം. പക്ഷെ അവന്റെ ചേട്ടൻ ആ ഗിൽഡിന്റെ ഗിൽഡ് മാസ്റ്റർ ആക്കാൻ പോകുന്നത് പുറത്തു നിന്നുള്ള ഒരാളെയാണ്. അതൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറും എന്നൊക്കെ ജിൻഹോ അവന്റെ അച്ഛനോട് പറയുമ്പോൾ അവൻ റെയ്ഡ് ചെയ്ത 19 ഡഞ്ചനും അത് ജിൻവുവിന്റെ സഹായത്തോടെയാണെന്ന് അവന്റെ അച്ഛൻ കണ്ടുപിടിച്ചു. പക്ഷെ എന്നാലും ജിൻഹോ അവരുടെ യൂജിൻ ഗിൽഡ് അവന് കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിന് അവന്റെ അച്ഛനാവട്ടെ ഗിൽഡ് തരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഗിൽഡിലേക്ക് അവൻ ജിൻവുവിനെ ചേർക്കണം, എന്നാൽ മാത്രമേ ആ ഗിൽഡ് അവന്റെ അച്ഛൻ അവന് കൊടുക്കുകയുള്ളൂ. മുമ്പ് നടന്ന റെഡ് ഗേറ്റിലെ സംഭവത്തിന് ശേഷം വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആൾക്കാർ ജിൻവുവിനെ അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ ജിൻവു ഇവരുടെ ഗിൽഡിലേക്ക് വന്നാൽ ഇവരുടെ ഗിൽഡ് കുറച്ചുകൂടെ ഫേമസ് ആവും എന്ന് പറഞ്ഞിട്ടാണ് അവന്റെ അച്ഛൻ ഗിൽഡിലേക്ക് ജിൻവുവിനെ ചേർക്കാൻ ജിൻഹോയോട് പറയുന്നത്. അവന്റെ അച്ഛൻ പറഞ്ഞതിന് ജിൻഹോയും സമ്മതിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മുടെ ജിൻവു രണ്ടാമത്തെ ഫ്ലോറിലുള്ള മുഴുവൻ ബീസ്റ്റിനെയും കൊന്നു. അതുകൊണ്ട് അവന് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകാനുള്ള എൻട്രി കിട്ടി. എന്നിട്ട് അവൻ അവിടേക്ക് പോകുന്നത് അവന്റെ ബിയർ ഷാഡോയുടെ പുറത്ത് കയറിയിട്ടാണ്. അങ്ങനെ പോകുന്ന ജിൻവു ആ ബിയർ ഷാഡോയ്ക്ക് ടാങ്ക് എന്ന് പേര് കൊടുത്തു. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് എസ്ട്രാങ് ഹണ്ടർ ചാഹീൻ മുമ്പ് അവളും ഗിൽഡ് മാസ്റ്റർ ചോയും സംസാരിച്ച കാര്യം ഓർക്കുന്നു. ജെജു ഐലൻഡിൽ നിന്ന് അവർക്ക് ചിറകുള്ള ഉറുമ്പിനെ കിട്ടിയ കാര്യം ഗിൽഡ് മാസ്റ്റർ ചോയ് അതുപോലെയുള്ള ആൾക്കാരൊന്നും പുറത്ത് പറയുന്നില്ല. അതായത് ഈ കാര്യം ജനങ്ങളോട് ആരും പറയുന്നില്ല, സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കാര്യം പുറത്തുള്ള ജനങ്ങൾ അറിഞ്ഞാൽ അവർ ഒരുപാട് പേടിക്കും. അതുപോലെ അവർക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗിൽഡ് ഉണ്ടാക്കണം ഈ പ്രശ്നമൊന്ന് ഒതുക്കി തീർക്കാൻ. അതുകൊണ്ടാണ് ഈ കാര്യം പുറത്ത് ആരോടും പറയാത്തത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ജിൻവു ഓരോ ഫ്ലോറിലെയും ബീസ്റ്റിനെ പതിയെ പതിയെ കൊന്നു അവൻ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് 1, 2 ഒന്നുമല്ല 100 ഫ്ലോർ ഉണ്ട്. ഓരോ ഫ്ലോർ കഴിയും തോറും 10,000 ഡീമൺസിനെ കൊല്ലാനുള്ള അവന്റെ മിഷൻ അവസാനം മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി. അങ്ങനെ ജിൻവു 50ാമത്തെ ഫ്ലോറിലെ ബോസിന്റെ അടുത്തേക്ക് എത്തി. അവിടെ സീൻ കട്ട് ചെയ്താൽ വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ മാനേജർ ജിൻവുവിനെ അന്വേഷിച്ച് അവന്റെ വീട്ടിലേക്ക് എത്തി. എന്തിനാണെന്ന് വെച്ചാൽ അവനെ വൈറ്റ് ടൈഗർ ഗിൽഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. ജിൻവു അവസാനമായിട്ട് എവിടെയായിരുന്നു, ജിൻവു ബോർഡർ ക്രോസ് ചെയ്തോ, അവൻ ഏതെങ്കിലും ഡഞ്ചനിലേക്ക് പോയോ എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഈ മാനേജറിന്റെ കയ്യിലുണ്ട്. പക്ഷെ ജിൻവു ഒരു ഡഞ്ചനിലേക്കും പോയിട്ടില്ല, ഒരു ബോർഡറും കടന്നിട്ടില്ല. ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിട്ടും അയാൾക്ക് ജിൻവു എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ഇപ്പൊ ബോസിന്റെ അടുത്തേക്ക് എത്തിയ ജിൻവു ആ ബോസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷെ ജിൻവുവിന് എത്ര ചെയ്തിട്ടും ആ ബോസിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. കാരണം ജിൻവുവിന്റെ ഓരോ മൂവ്മെന്റും ആ ബോസിന് നേരത്തെ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും ജിൻവു ആരാന്ന് നമുക്കറിയാലോ. ഒരേ വെട്ടിനെ ആ ബോസിനെ അവൻ കൊന്നു. അപ്പോൾ ജിൻവുവിന് വേൾഡ് ട്രീ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്ന ഒരു റിവാർഡ് കിട്ടുന്നുണ്ട്. അതാണ് എലക്സിയർ ഓഫ് ലൈഫിലെ 3 ഇൻഗ്രീഡിയൻസിലെ ഒരു ഇൻഗ്രീഡിയന്റ്. ഇനിയും ജിൻവുവിന് ബാക്കി 2 എണ്ണം വേണം. ഇതേ സമയത്ത് സങ് ഇൽഹാനെ ചോദ്യം ചെയ്യാൻ അവിടേക്ക് ഡോങ്സു വരുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്ന ഒന്നിനും അയാൾ മറുപടി പറയുന്നില്ല. ആകെ പറയുന്നത് അയാൾ മനുഷ്യനാണെന്നാണ്. എന്നിട്ട് അയാൾ ഡോങ്സുവിനോട് പറയും, ഡഞ്ചൻ, ഗേറ്റ്,
ഫേറ്റ്, മാജിക് ബീസ്റ്റ് ഇതെല്ലാം വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ മുന്നോടിയാണ്. ആ ദുരന്തം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാന്നുള്ളത് മാത്രമാണ് ഇയാളുടെ ജോലി. അതായത് വരാൻ പോകുന്ന എന്തോ ഒരു വലിയ ദുരന്തത്തിനെ തടയാൻ വേണ്ടിയാണ് ഇയാൾ ഇവിടേക്ക് വന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഡോങ്സു ആവട്ടെ ഇയാൾക്ക് വട്ടാണെന്ന് പറയുന്നു. അപ്പോഴാണ് അയാൾ ഒരു കാര്യം പറയുന്നത്. അയാൾക്ക് ഒരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. അതിൽ അയാളുടെ മകന്റെ പേരാണ് ജിൻവു. അതെ, 10 വർഷങ്ങൾക്ക് മുമ്പ് ജിൻവുവിന്റെ കാണാതായ അച്ഛനാണിത്. ഇതറിയുന്ന ഡോങ്സു ആവട്ടെ അയാളുടെ മകൻ നേരത്തെ മരിച്ചുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറയുന്നു. അത് കേട്ട് ജിൻവുവിന്റെ അച്ഛന് ദേഷ്യം വരുന്നു. അവിടെ കട്ട് ചെയ്താൽ ജിൻവു 75ാമത്തെ ഫ്ലോറിലെ ബോസിനെ ഒറ്റ വെട്ടിന് കൊന്നു. അങ്ങനെ ജിൻവുവിന്റെ ലെവലപ്പ് ആവുന്നത് കാണിക്കുന്നു. ഇതേ സമയത്ത് ഇവിടെ സിറ്റിയിൽ എന്തോ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. എസ്ട്രാങ് ഹണ്ടേഴ്സ് ഫൈറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമോ അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടേക്ക് കാണിക്കുമ്പോൾ ഡോങ്സു അടി കൊണ്ട് വീണിരിക്കുന്നു. ഡോങ്സുവിനെ അടിച്ചൊരു മാതിരിയാക്കി. ആരായിരിക്കും നമുക്കറിയാലോ. സോ ഒരു എസ്ട്രാങ് ഹണ്ടറിനെ അടിക്കാൻ മാത്രം പവർ അയാൾക്കുണ്ട്. ഇവിടെ ഇപ്പൊ 75ാം ഫ്ലോറിലുള്ള ജിൻവുവിന്റെ ഫുഡ് മുഴുവൻ തീർന്നിട്ടുണ്ട്. അവൻ ഇനിയും കൂടുതൽ മുമ്പിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ 2 ബോസിനെ തോൽപ്പിച്ച ജിൻവുവിന് ഒരു കമ്മലും ഒരു മാലയും കിട്ടി. അതിലിനി ഒന്നുകൂടെ അവന് കിട്ടാനുണ്ട്. കൂടാതെ ജിൻവുവിന് ഒരു ലൂട്ട് ബോക്സും കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അവൻ ഈ സ്ഥലത്തിന്റെ ചാവി തെരഞ്ഞെടുത്തപ്പോൾ അവൻ ഈ ലൂട്ട് ബോക്സ് മിസ്സായിരുന്നു. എന്നാൽ അത് അവൻ ഇപ്രാവശ്യം കിട്ടി. അത് തുറന്നു നോക്കുന്ന ജിൻവുവിന് കിട്ടുന്നത് ഒരു ചാവിയാണ്. അതുപോലെ ജിൻവുവിന് അവന്റെ മാജിക് സോൾജേഴ്സിന്റെ പവർ കൂട്ടാൻ ഒരു അവരീഷ്യസ് ഗ്ലാസും കിട്ടി. കൂടാതെ എലക്സിയർ ഓഫ് ലൈഫ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൽ അവന് 2 ഇൻഗ്രീഡിയൻസ് കിട്ടി. അതിലൊന്ന് വേൾഡ് ട്രീ ഫ്രാഗ്മെന്റ്, 2 എക്കോ ഫോറസ്റ്റ് വാട്ടർ. ഇനി അവന് കിട്ടാൻ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ബാക്കിയുള്ളൂ. പക്ഷേ അത് അടുത്ത പ്രാവശ്യം വന്ന് എടുക്കുമെന്ന് പറഞ്ഞ് ജിൻവു അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ പുറത്തേക്ക് വരുന്ന ജിൻവുവിന് മുമ്പത്തേതിനേക്കാൾ അവന്റെ പവർ കൂടിയെന്ന് അവന് തോന്നുന്നു. പക്ഷേ ഇനിയും അവന്റെ പവർ അവന് കൂട്ടണമെങ്കിൽ ഇനിയും ഈ റാങ്കിൽ തുടർന്നിട്ട് യാതൊരു കാര്യമില്ല. അവന്റെ റാങ്ക് കൂട്ടണം. എന്നാൽ മാത്രമേ അവന് ഹൈ റാങ്കിലുള്ള ഡഞ്ചനിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ജിൻവു അടുത്ത ദിവസം രാവിലെ അവന്റെ റാങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. ആ സമയത്ത് അവിടെ വൈറ്റ് ടൈഗർ ഗിൽഡിലെ ഒരാളുണ്ടായിരുന്നു. അയാൾ ജിൻവുവിനെ കണ്ട് പെട്ടെന്ന് എസ്ട്രാങ് ഹണ്ടർ യുൻഹോനെ വിളിച്ച് പറയുന്നു. അത് കേട്ട യുൻഹോ ഷോക്കായി. ഇവിടെ ജിൻവു അവന്റെ റാങ്ക് ചെക്ക് ചെയ്യുന്ന മെഷീനിൽ തൊടുന്നു. പക്ഷേ ആ മെഷീൻ വർക്ക് ആവുന്നില്ല. ജിൻവു അതിൽ എത്ര തൊട്ടിട്ടും ആ മെഷീൻ വർക്ക് ആവുന്നില്ല. അത് കണ്ട് അവിടെയുള്ള ഡയറക്ടർ നോക്കുമ്പോഴാണ് ആ മെഷീൻ വർക്ക് ആവാത്തതല്ല, പകരം അവന്റെ പവർ ആ മെഷീനിലെ ലിമിറ്റും കടന്നു പോയതാണ്. അതായത് ജിൻവുവിന്റെ പവറിനെ അളക്കാൻ ആ മെഷീന് കഴിയുന്നില്ല. ഇത് കണ്ട ഡയറക്ടർ പറയുന്നത് അവനൊരു എസ്ട്രാങ് ഹണ്ടർ ആയി എന്നാണ്. ഇതേ സമയത്ത് പുറത്ത് ചെയർമാൻ ബു ഹണ്ടേഴ്സ് ഗിൽഡിലെ ഗിൽഡ് മാസ്റ്റർ ചോയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അകത്ത് നടക്കുന്ന ശബ്ദം കേട്ട് അവർ രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നു. അപ്പൊ ജിൻവുവിനെ കാണുന്ന ചോയ്ക്ക് അവന്റെ പ്രസൻസ് കൊണ്ട് അവനൊരു പവർഫുൾ ആയ ആളാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവന്റെ നേരെ നടന്നു വരുന്ന ജിൻവുവിനോട് തന്റെ ഗിൽഡിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ജിൻവു ആവട്ടെ എനിക്ക് പെട്ടെന്ന് പോയിട്ടൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ചോയെ ശ്രദ്ധിക്കാതെ അവിടെ നിന്ന് പോയി. ഇതേ സമയത്താണ് അവിടേക്ക് വൈറ്റ് ടൈഗർ ഗിൽഡിലെ ഗിൽഡ് മാസ്റ്റർ യുൻഹോ ഓടിക്കതിച്ച് വരുന്നത്. അയാൾ വന്നത് ജിൻവുവിനെ കാണാനാണ്. പക്ഷെ അപ്പോഴേക്കും ജിൻവു അവിടുന്ന് പോയി. അത് കാണുന്ന ചോയ്ക്ക് ഇത്രയും നേരം സംശയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എല്ലാം മനസ്സിലായി. ജിൻവു ഒരു സാധാരണക്കാരനല്ലാന്ന്. അതുപോലെ റെഡ് ഗേറ്റിൽ നടന്ന സംഭവത്തിന് പിന്നിൽ ജിൻവു ആണെന്ന് ചോയ്ക്ക് മനസ്സിലായി. ശേഷം ചോയ് അവിടുന്ന് ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ട് അവൻ ജിൻവുവിനെ കണ്ട എല്ലാ കാര്യവും മനസ്സിലാക്കിയെന്ന് യുൻഹോയ്ക്കും മനസ്സിലാവുന്നു. അവിടെ സീൻ കട്ട് ചെയ്താൽ രാത്രി ഹോസ്പിറ്റലിൽ ജിൻവു അവന്റെ അമ്മയെ കണ്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് ചെയർമാൻ വു അവനെ കാണാൻ വേണ്ടി വരുന്നത്. ചെയർമാൻ വുവിന്റെ കൂടെ മറ്റൊരാളും കൂടെയുണ്ട്, ഹണ്ടർ അസോസിയേഷനിലെ പ്രസിഡന്റ് ഗോ ഗുൻഹി. അദ്ദേഹം നേരിട്ട് വന്ന് ഇവനെ കാണുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവന്റെ റാങ്ക് ഇപ്പോഴും ഈ റാങ്ക് ആണെങ്കിലും അടുത്ത് തന്നെ എല്ലാവരും അറിയത്തക്ക വിധം ഇവന്റെ റാങ്ക് എസ് റാങ്കിലേക്ക് മാറുമെന്ന് അദ്ദേഹത്തിന് അറിയാം. സോ ഒരു എസ് റാങ്ക് ഹണ്ടർ ആയിട്ടുള്ള ജിൻവുവിനെ മറ്റൊരു ഗിൽഡിലേക്ക് വിട്ടുകൊടുക്കാതെ ഹണ്ടർ അസോസിയേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനാണ് അദ്ദേഹം വന്നത്. കാരണം പണത്തിന് വേണ്ടി ഒരുപാട് വലിയ ഹണ്ടേഴ്സ് ഓരോരോ ഗിൽഡിലേക്കും പോയി ചേർന്നു. അതുകൊണ്ട് ഹണ്ടർ അസോസിയേഷൻ സർവൈലൻസ് ടീമില് ഒരുപാട് മികച്ച ആൾക്കാരൊന്നുമില്ല, അധികം ഹണ്ടേഴ്സും ഇല്ല. ആകെയുള്ള എസ് റാങ്ക് ഹണ്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ചെയർമാൻ ബു ഒരു എ റാങ്ക് ഹണ്ടറും. ഇവർ രണ്ടുപേരുമാണ് ഇപ്പൊ ഹണ്ടർ അസോസിയേഷനിലുള്ള കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പൊ ടോപ്പ് 5 നിൽക്കുന്ന 5 ഗിൽഡിലെ ഏതെങ്കിലും ഒരു ഗിൽഡിലേക്ക് ജിൻവു പോയി ചേർന്നാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇപ്പൊ നിലനിൽക്കുന്ന ആ ബാലൻസ് തെറ്റും. അതുകൊണ്ടും കൂടെയാണ് അദ്ദേഹം ജിൻവുവിനോട് ഹണ്ടർ അസോസിയേഷനിലേക്ക് ചേരാൻ പറയുന്നത്. കൂടാതെ അവൻ അവിടെ നല്ലൊരു പോസ്റ്റും കൊടുക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പറയുന്നതൊക്കെ രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടിയാണ്. അതും ഈ ഒരു രാജ്യത്തെ ആദ്യത്തെ എസ് റാങ്ക് ഹണ്ടറാണ് അവനെ നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ജിൻവു കുറച്ചുനേരം ഇരുന്ന് ആലോചിച്ചിട്ട് അവൻ അദ്ദേഹത്തോട് ചേരാൻ താല്പര്യമില്ലെന്ന് പറയുന്നു. അത് കേൾക്കുന്ന പ്രസിഡന്റ് ഗോ അപ്പൊ ഇവനും പണത്തിന് വേണ്ടിയാണ് ഹണ്ടർ ആയതെന്ന് വിചാരിക്കുമ്പോൾ ജിൻവു അദ്ദേഹത്തോട് അവന് ഡഞ്ചൻസിലെ ബീസ്റ്റിനെ മുഴുവൻ നശിപ്പിക്കണമെന്ന്, അതായത് എല്ലാ ഡഞ്ചൻസും നശിപ്പിച്ച് രാജ്യത്തെ രക്ഷിക്കണമെന്നാണ് അവൻ പറയുന്നത്. ഇത് കേൾക്കുന്ന പ്രസിഡന്റ് ഗോയ്ക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് വരുന്നു. ശേഷം ജിൻവു അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അടികിട്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഡോങ്സുവിനെയാണ്. ജിൻവുവിന്റെ അച്ഛൻ അവസാനമായിട്ട് അവനോട് പറഞ്ഞത് എന്റെ കുടുംബത്തിന് നേരെ നീ വരാൻ പാടില്ല, ഇത് ഞാൻ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാണ്. ഈ കാര്യം ആലോചിച്ച് കിടക്കുന്ന ഡോങ്സുവിന് നാണക്കേടായി. കാരണം ഇത്രയും വലിയ എസ് റാങ്ക് ഹണ്ടറിനെ ജിൻവുവിന്റെ അച്ഛൻ ഒന്നും അല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് ജിൻവുവിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ അവൻ ആർട്ടിഫാക്റ്റുകൾ വാങ്ങാൻ തീരുമാനിക്കുന്നു. ആർട്ടിഫാക്റ്റുകൾ എന്താന്ന് വെച്ചാൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടുന്ന ഉപകരണങ്ങളാണ്. അത് വാങ്ങണമെങ്കിൽ ഒരുപാട് വിലയുണ്ട്. അത് സാധാരണക്കാർക്കൊന്നും വാങ്ങാൻ സാധിക്കില്ല. ഇപ്പൊ നമ്മുടെ ജിൻവു ഡീമൺ കാസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ആർട്ടിഫാക്റ്റുകൾ വാങ്ങാൻ നോക്കുന്നു. പക്ഷെ അത് വാങ്ങാൻ മാത്രം അവന്റെ കയ്യിൽ പണമില്ല. അപ്പൊ അവന് വിൽക്കാൻ വേണ്ടി അവന്റെ അടുത്തുള്ള ഒരു മാജിക് ടൂൾ ഉണ്ട്. അവന് മുമ്പ് റിവാർഡ് ആയിട്ട് കിട്ടിയ മാജിക് ടൂൾ. പക്ഷെ അവനത് വിൽക്കുമ്പോൾ ഒരു ഈ റാങ്ക് ഹണ്ടറിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നവർക്ക് സംശയം വരും. ജിൻവു ഇതിനു മുമ്പ് ഒരു ഹൈ റാങ്ക് ഡഞ്ചനിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് അവനൊരു ഹൈ റാങ്ക് ഡഞ്ചനിലേക്ക് പോകണമെങ്കിൽ അവന്റെ റാങ്ക് ഇയിൽ നിന്ന് എസിലേക്ക് മാറണം. അത് മാറിക്കിട്ടാൻ ഇനിയും 3 ദിവസം സമയമെടുക്കും. അത്രയും ദിവസമൊന്നും ജിൻവുവിന് കാത്തിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ജിൻവുവിന് ഒരു എ റാങ്ക് ഡഞ്ചനിലെ മൈനിങ് ടീമിലേക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടുന്നത്.
അവിടെ കട്ട് ചെയ്താൽ രാവിലെ ചെയർമാൻ വു ജിൻവുവിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും പ്രസിഡന്റ് ഗോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ജിൻവു ഹണ്ടർ ഗിൽഡിലെ മൈനിങ് ടീമിലേക്ക് ചേർന്ന കാര്യം പറഞ്ഞ് പ്രസിഡന്റ് ഗോ ഷോക്കായി. കാരണം ഒരു എസ് റാങ്ക് ഹണ്ടർ എന്തിനാണ് മൈനിങ് ടീമിലേക്ക് പോയി ചേർന്നതെന്ന് ചിന്തിച്ചിട്ട്. സോ ഹണ്ടേഴ്സ് ഒരു ഹൈ റാങ്ക് ഡഞ്ചൻസ് ക്ലിയർ ചെയ്യുന്നത് ഒരു ടീമായിട്ടാണ്, ബീസ്റ്റുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഒരു ടീം, അതിനുശേഷം മാന ക്രിസ്റ്റൽസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് മൈനിങ് ടീം, കുറച്ചുപേര് ബീസ്റ്റുകളുടെ അകത്തുള്ള സ്റ്റോൺ കളക്ട് ചെയ്യും. ഇങ്ങനെ ഒരു ടീമായിട്ടാണ് അവർ ഹൈ റാങ്ക് ഡഞ്ചൻസ് ക്ലിയർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ജിൻവു മൈനിങ് ടീമിലേക്ക് പോയി ജോയിൻ ചെയ്തു. അതുപോലെ അവൻ വന്നിരിക്കുന്ന ഡഞ്ചനിലെ മുഴുവൻ ബീസ്റ്റിനെയും ഹണ്ടർ ഗിൽഡിലെ ചോയ് കൊന്നു. പക്ഷെ അവർ ആ ഡഞ്ചനിലെ ബോസിനെ കൊല്ലില്ല. കാരണം അതിനു മുമ്പ് അവർക്ക് ആ ഡഞ്ചനിലെ മാന സ്റ്റോൺസ് കളക്ട് ചെയ്യണം. അതിനുശേഷമായിരിക്കും അവർ ആ ബോസിനെ കൊല്ലുന്നത്. അതിനു മുമ്പേ അവർ ബോസിനെ കൊന്നാൽ ആ ഡഞ്ചന്റെ അകത്ത് നിന്ന് കിട്ടാനുള്ള പണമൊന്നും അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ബീസ്റ്റിനെ അറ്റാക്ക് ചെയ്ത് ചോയൊക്കെ അവിടുന്ന് പോയതിനു ശേഷം മൈനിങ് ടീം അവരോട് പണി തുടങ്ങുന്നു. അപ്പോൾ ജിൻവു പണി എടുക്കുന്നത് കണ്ട് അവരെല്ലാവരും ഷോക്കാവുന്നു. കാരണം ഒരു ഈറാങ് ഹണ്ടറിന്റെ ബോഡി അല്ല അവന്റേത്. അതുപോലെ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ക്ഷീണിക്കാതെ അവൻ പണിയെടുക്കുന്നുണ്ട്. ശേഷം എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പോകുന്നു. അപ്പൊ ഇതാണ് ശരിയായ സമയമെന്ന് പറഞ്ഞ് ജിൻവു ആ ബോസ് ഉള്ള ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് അവിടെ എത്തിയ ജിൻവു കത്തിയെടുത്ത് ബോസിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവന്റെ പുറകിൽ നിന്ന് എസ് റാങ്ക് ഹണ്ടർ ചാഹൈൻ നീ എന്താ അവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നത്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.